ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ റെമഡിയാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് മൊത്തത്തിൽ നല്ല ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്കതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് സഹായിക്കും. നമ്മുടെ കുറച്ച് പച്ചിലകളൊക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാം ഔഷധ ഇലകളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മളിവിടെ ഒരു 5-8 ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി ഇലയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകി എടുക്കണം. പിന്നെ നമ്മൾ കുറച്ചൊരു 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില കൂടുതൽ കിട്ടിയില്ല. ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 അതുകൂടി എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട്. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഗ്രേ ഹെയർ ഒക്കെ ഉള്ളവർക്കൊക്കെ കറിവേപ്പില യൂസ് ചെയ്യുന്നത് മുടി കറുത്ത് വളരാനായിട്ട് സഹായിക്കും. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ അറിയാം. നമുക്ക് നല്ല ഒരു താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ചെമ്പരത്തി ഇല. നമ്മുടെ മുടിയിലെ അഴുക്കും മെഴുക്കും എല്ലാം പോകാനായിട്ട്, സ്കാൽപ്പിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാം. നമ്മളൊക്കെ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന്, മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പ് നിറം നിലനിർത്താനൊക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പം ഞാൻ 1 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് അത്രയും മതി. ധാരാളം അമിനോ ആസിഡുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉലുവ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ 1 സ്പൂൺ ഉലുവ നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനായിട്ടും താരൻ അടക്കമുള്ള പ്രശ്നങ്ങളെയൊക്കെ അകറ്റാനായിട്ടും നമുക്ക് ഈ ഉലുവ ചേർക്കുന്നതിലൂടെ സാധിക്കും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കട്ടൻ ചായയാണ്. ഒരു 2 സ്പൂൺ തേയിലയിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കി 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. മുടി കൊഴിച്ചിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ കട്ടൻ ചായ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പുരുഷന്മാരിൽ കാണുന്ന കഷണ്ടിക്കും ഇത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് കേട്ടോ. തലമുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകാനായിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും നല്ലൊരു കണ്ടീഷണർ പോലെ ഇത് നമ്മുടെ മുടിയിൽ പ്രവർത്തിക്കുന്നതാണ്. നരച്ച മുടി കറുപ്പിക്കാനായിട്ടും കട്ടൻ ചായക്ക് പ്രത്യേക കഴിവുണ്ട്. നമ്മൾ ഹെന്നയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടൻ ചായ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഒരു മികച്ച വിദ്യ തന്നെയാണ് കട്ടൻ ചായ. അപ്പോൾ നമ്മൾ കട്ടൻ ചായ കൂടി ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ ഉലുവയും പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അരച്ചു കൊണ്ടുവന്ന പാക്കിലേക്ക് നമുക്ക് ബാക്കിയുള്ള കുറേശ്ശെ കട്ടൻ ചായ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം അളവിൽ എത്രത്തോളം ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു പാക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കട്ടൻ ചായ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാക്കിൽ അല്പം തരിതരി പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കിനി അരിച്ചുപയോഗിക്കണമെങ്കിൽ കൂടുതൽ കട്ടൻ ചായ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. മുടി നല്ല സോഫ്റ്റായി കിട്ടും. അതേപോലെ തന്നെ അഴുക്കും മെഴുക്കും എല്ലാം പോയി കിട്ടും. അതേപോലെ തന്നെ മുടി വളരാനും കൂടി സഹായിക്കും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നരച്ച മുടിയാണ് എന്ത് ചെയ്യണം എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതുപോലുള്ള ഹോം റെമഡീസ് നമ്മുടെ മുടിയിൽ ചെയ്യാമെന്നുള്ളതാണ്. കെമിക്കലുകൾ പരമാവധി ഒഴിവാക്കുക. അത് മുടി നിരയെ കൂട്ടുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.